ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് കൂടെ പിടിച്ചിട്ടുണ്ട്. ഇത് അത്തിപ്പഴം എന്നൊക്കെ നമ്മൾ പറയും. അത്തിപ്പഴ, ആത്തിച്ചക്ക എന്നൊക്കെ പറയും. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ വേറെ പേരായിരിക്കും. അപ്പം ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ സ്റ്റാർ ഫ്രൂട്ടാണ്. ഈ സ്റ്റാർ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് കഴിക്കാത്തതായിട്ട് ആരും ഇല്ല. നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് പാകമായി കഴിയുമ്പോൾ അത് പറിക്കും. പിന്നെ ഉള്ളത് ഈ ഗോൾഡൻ ബെറീസ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അത്രയ്ക്കും ഫേമസ് ആണ്, അത്രയ്ക്കും ഗുണമേന്മയുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത്. ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കാണിച്ചു തരാം. ഇപ്പോൾ രണ്ടെണ്ണമാണ് ഇപ്പോൾ പാകമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പുതിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി പതിയെ പതിയെ വിളവെടുക്കണം. അങ്ങനെ ഇത്തവണ പിടിച്ചത് ചെറുതായിപ്പോയി. ആദ്യമൊക്കെ വലുതായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. പക്ഷെ ഇതിൽ ഫുള്ള് ഉറുമ്പാണ്. അതൊന്നും സാരമില്ല. നമുക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാനായിട്ട്. കാണിച്ചു തരാം. നല്ല നല്ല കളറായിരുന്നു. ഇത് വൈറ്റ് അല്ല, ഇതൊരു മാതിരി ഒരു നല്ല മജന്ത കളറാണോ, ഒരു പർപ്പിൾ അല്ല, ഒരു മറ്റേ വൈറ്റ് അല്ല ഇത്. അങ്ങനെ നമ്മൾ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറെ മുട്ട പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഫുൾ ഉറുമ്പായിരുന്നു. അതാണെന്ന് പറിക്കാത്ത കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇത് കണ്ടോ, പുതുതായിട്ട് പിടിക്കുന്നേ തന്നെ ഉറുമ്പ് ഇപ്പോഴേ കൂട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഒരുപാട് മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ സന്തോഷായി. ഒരുപാട് മൊട്ട് കണ്ടപ്പോഴത്തേക്കും. കണ്ടില്ലേ, ഇതിപ്പോ ഇതിപ്പോ 3-4 മരങ്ങളുണ്ട്. പിന്നെ ഫാഷൻ ഫ്രൂട്ട് ഇത്തവണ ഈ സീസണിലെല്ലാം ഒരുമിച്ച് പിടിച്ചു. ഇത് റെഡ് ഫാഷൻ ഫ്രൂട്ട് ആണ്. ഫാഷൻ ഫ്രൂട്ട് തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, ഫാഷൻ അല്ല പാഷൻ ഫ്രൂട്ട്, തെറ്റിപ്പോയതാണ്. ഇത് റെഡാണ്. റെഡിനും യെല്ലോയ്ക്കും പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല, എനിക്കറിയില്ല. അങ്ങനെ അതും പാകമായി, അതും കയ്യിലാക്കി. അങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യണം. നല്ല കളറായിരുന്നു, അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ വൈറ്റിന് ഇത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. വൈറ്റ് നമ്മുടെ വീട്ടിലില്ല, പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചായിരുന്നു. അങ്ങനെ രണ്ട് നമ്മൾ കട്ട് ചെയ്തു. ഒരെണ്ണം എല്ലാവരുടെ കഴിച്ചു, പിന്നെ മറ്റൊരെണ്ണം ജ്യൂസ് അടിച്ചു. നല്ല പാലൊക്കെ ഒഴിച്ച് ജ്യൂസ് അടിച്ചു ഗൈസ്. എന്തായിരുന്നു ടേസ്റ്റ്! എന്താണ്, ക്രീമി ടേസ്റ്റ്, പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഐസ്ക്രീം ആണെന്ന് വെച്ചാൽ ഐസ്ക്രീമാണ്, അല്ലെന്ന് വെച്ചാൽ അല്ല. അങ്ങനെ ഒരു പീസ് എനിക്കും കിട്ടി. ബാക്കി നമ്മൾ ജ്യൂസ് അടിച്ചു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിന്റെ തൈ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. സംഭവം എന്തായാലും പിടിക്കൂ ഇല്ലോ എന്ന് അറിയില്ലായിരുന്നു. അവർ കുറെ ഹൈപ്പൊക്കെ അടിച്ചല്ലേ, എന്നിട്ട് നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ ജ്യൂസ് അടിച്ചു. ഇപ്പൊ ക്യാമറയിൽ കാണിക്കുമ്പോൾ ഇത്ര കളർ തോന്നിക്കുന്നില്ല, പക്ഷെ ജ്യൂസ് അടിച്ചപ്പോഴും നല്ല കളർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞു മോള് ഇത് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ കഴിക്കുമ്പോൾ ചുണ്ടെല്ലാം റോസ് കളറായി. ആള് പിന്നെ ഒരു മൂഡില്ലാത്തോണ്ടാണ് ഒരുമാതിരി കരഞ്ഞാണൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ആളും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം.